ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്ദുർഗ 124ാമത് വാർഷികവും യാത്രയപ്പ് യോഗവും സംഘടിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്ദുർഗ 124ാമത് വാർഷികവും യാത്രയപ്പ് യോഗവും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് പി ഗംഗാധരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വൈകുന്നേരം പയ്യന്നൂരിലും ഒരു സ്കൂളിൽ പോകേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ പോയിട്ടുള്ള ചടങ്ങുകളിൽ ഏറ്റവും വ്യത്യസ്തവും ഹൃദ്യവുമായിരുന്നു ഈ ചടങ്ങ് എന്ന് പറയാതെ പോയി. കാരണം ഇവിടെ നമ്മുടെ കുഞ്ഞു മക്കൾ അവതരിപ്പിച്ച രംഗപൂജ കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. പിന്നെ ആ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് ഈ വിരമിക്കുന്ന അധ്യാപകരെ കൂട്ടിക്കൊണ്ട് വേദിയിലേക്ക് പുഷ്പങ്ങൾ എറിഞ്ഞുകൊണ്ട് സ്വീകരിച്ച് ആനയിച്ചിരുത്തുമ്പോൾ ആ സന്തോഷം ഒന്നുകൂടെ തുളുമ്പുകയും ചെയ്തു. ഞാൻ ആലോചിച്ചത് ജീവിതകാലം മുഴുവൻ ഈ ഒരു നിമിഷം ഈ അധ്യാപകർ ഓർമ്മിക്കുന്നു. അങ്ങനെ ഒരു രംഗപൂജയിലൂടെ വേദിയിലേക്ക് വന്നുകൊണ്ട് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും അനിതര സാധാരണമായ ഒരു സമ്യക്കായിട്ടുള്ള ഒരു മേളനത്തിൻ്റെ സാന്നിധ്യത്തിൽ പൂജിക്കപ്പെടുമ്പോൾ എത്രയോ വർഷമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാർത്ഥമായ സേവനത്തിൻ്റെ ഒരു നിദർശനമായിട്ട് ചടങ്ങ് മാറുകയാണ് എന്ന് ഞാൻ കരുതുന്നു. ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന 7 അധ്യാപകർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കാസർഗോഡ് എക്സ്പാട്രിയേറ്റ് അസോസിയേഷൻ സെക്രട്ടറി നാസർ PA സോവനീർ പ്രകാശനം നിർവഹിച്ചു. പൂർവ്വ അധ്യാപകനും കാസർഗോഡ് DDയുമായിരുന്ന ശ്രീകൃഷ്ണ അഗിതായ, പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന അബ്ദുൾ ഹമീദ് M, H ഗുരുദത്ത് പൈ, സാമൂഹ്യ പ്രവർത്തകനായ CH അഹമ്മദ് കുഞ്ഞി ഹാജി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ AK, കാഞ്ഞങ്ങാട് DEO രോഹിൻ രാജ് KAS എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഹെഡ്മാസ്റ്റർ രാജേഷ് MP റിപ്പോർട്ട് അവതരിപ്പിച്ചു. SMC ചെയർമാൻ അഷ്റഫ് CK, വികസന സമിതി ചെയർമാൻ അബ്ദുൾ റഷീദ് MK, മദർ PTA പ്രസിഡന്റ് ഫാത്തിമത്ത നൌഷിബ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ബിന്ദു KV, അധ്യാപകരായ സജിത KV, സംഗീത P, സദാശിവൻ N, സീന K എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ AV സുരേഷ് ബാബു സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രമ്യ CK നന്ദിയും പറഞ്ഞു. തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.